കുറേ ദിവസത്തിന് ശേഷം ഞാനും ചിക്കുവും മാത്രമുള്ളൊരു ഔട്ടിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ വൈപ്പറിൻ്റെ അവിടെ നിന്ന് വെള്ളം വരുന്ന ഒരു സംഭവമില്ലേ, അത് ക്ലോസ് ആയിട്ടിരിക്കുകയായിരുന്നു ഒരു സൈഡിൻ്റെ. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനിയിൽ വന്നതാണ്. വരുന്ന വഴിക്ക് ടയറിൻ കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. ടയറിൻ്റെ ലോഞ്ചിൻ്റെ അന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ലുലു മോളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ടൈറൻ ഉടനെ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു സമയം കണക്കാക്കി നമ്മൾ പോയതാണ് ലുലു മോളിൽ. ഒന്നിച്ചിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റുഡിയോയിലോട്ടൊരു ഡ്രസ്സ് നോക്കാൻ പോയതാണ്. ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ടൈപ്പ് ഒരു ബ്ലാക്ക് കളർ എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പഴയ ഡ്രസ്സ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടും ടൈറൻ തിരിച്ചെത്തിയിട്ടില്ല. ലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴത്തേനും BYDയുടെ ഷോറൂം കണ്ടു. അങ്ങനെ നമ്മൾ BYD ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. BYD സീലാണ് അവന് നോക്കാനുണ്ടായിരുന്നത്. BYDയിൽ നമുക്ക് പരിചയക്കാരൊന്നുമില്ല. പോവുകയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വണ്ടി തരുമോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ പോയി കയറിയപ്പോഴത്തേനും നമ്മുടെ കാറ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് സെയിൽസിലുണ്ടായിരുന്ന ശിവകുമാർ എന്ന് പറയുന്ന ചേട്ടനാണ് അവിടെ സെയിൽസിലുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഭയങ്കര ഫ്രീഡമായി. നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് ആദ്യം BYD സി ലൈനാണ് ഓടിച്ചു നോക്കിയത്. BYD സീൽ അവിടെ ഉണ്ടായിരുന്നില്ല. സി ലൈൻ ഓടിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേനും BYD സീൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു സർവീസൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ അതുകൂടെ ഒന്ന് ഓട്ടിച്ചോട്ടേയും ചോദിച്ചപ്പോൾ ആ ചേട്ടൻ സമ്മതിച്ചു. അങ്ങനെ നമ്മളത് ഓടിക്കുവാണ്. ചിക്കുവിന് BYD സീൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അവൻ അത് നോക്കാൻ തന്നെയാണ് വന്നതും. എനിക്ക് പക്ഷേ സി ലൈനാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ മിക്കവാറും അത് BYD തന്നെ ആവാനാണ് സാധ്യത. അത്ര ആയപ്പോഴത്തേനും ഞാൻ നല്ല ടയേർഡായി. പിന്നെ കാറിൽ കയറി ഉറങ്ങി ഇങ്ങ് വീട്ടിലെത്തി.